നമസ്കാരം സ്വന്തങ്ങളെ, വെൽക്കം ടു പോളി ഫാമിലി ചാനൽ വ്ളോഗ്. എല്ലാവർക്കും ഞങ്ങളുണ്ട് ഇവിടെ ഒരേ പണിയിലാണ്. രാവിലെ എണിച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറെ നാളായി പറയണം, ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ. അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമേ അയ്യോ താടിയൊക്കെ നരച്ചപ്പോ വയസ്സായില്ലേ. കുറെ നാളായി പറയണു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും കാലം ഞങ്ങൾക്ക് കല്യാണം കണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങളുടെ കുട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് തന്നത് നിങ്ങളുടെ മകളാണ്. അതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാനും. ഞങ്ങളുടെ ഒരു ദിവസത്തെ സമയം പോക്ക് ഒരു ദിവസം വൈകുന്നേരം ആവുന്നതേ അറിയില്ല. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യണത് നമ്മുടെ കുട്ടിൻ്റെ ഒപ്പമാണ്. ഇല്ലെങ്കിൽ വെറുതെ ചുമ്മാ കിടന്നിരിക്കുക, കഴിക്കുക, കറങ്ങുക, അത്ര തന്നെ. അതുകൊണ്ട് അപ്പം ഞങ്ങൾ കുട്ടി വന്നത് ആദ്യത്തെ ആദ്യത്തെ സൺഡേ ആണ്. അപ്പോൾ ഒരു ദിവസത്തെ ഞങ്ങളുടെ റൊട്ടീൻ അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ഞങ്ങൾ ഒരുക്കാൻ പോകും. കുഞ്ഞിപ്പെണ്ണിന്റെ മൂന്നാം മാസത്തിന്റെ ഫോട്ടോഷൂട്ട് ഒരുക്കാൻ പോവാണ്. രണ്ടാം മാസത്തെ ഫോട്ടോഷൂട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആ സിറ്റുവേഷനിൽ പറ്റിയില്ല. അതുകൊണ്ട് ഇത് മൂന്നാം മാസം, 4-ാം മാസം, 5-ാം മാസം എല്ലാ മാസത്തെയും ഫോട്ടോഷൂട്ട്. ക്രിയേറ്റിവിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഒരു തീം ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ இந்த വീഡിയോ പാരുങ്ക, உங்களுக்கு പിടിച്ച ലൈക്ക് பண்ணுங்க. ഓക്കെ, നമുക്ക് തുടങ്ങലാമാ. ശരി, ആള് നല്ല ഉറക്കമാണ്, കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ ഉറക്കത്തിന് എണിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതുവരെയ്ക്കും എന്താ അമ്മ കുട്ടിക്കുള്ള പരിപാടികളാണ് രാവിലെ എണിച്ചു ഉടനെ ഉറങ്ങി എണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിസിബിൾ ആയിട്ട് ഇങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കാം. സൂര്യ വെളിച്ചൊക്കെ. അവിടെ കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ എണീറ്റ് വരുമല്ലോ. ആരാത്? പൊന്നെ, ഉറങ്ങി എണിച്ച് വന്നോ? പാല് കൂടി കഴിഞ്ഞ് ഒരേമ്പക്കൊക്കെ വിട്ട് പോരട്ടെ. ഞങ്ങളുടെ ഉറക്കക്ഷീണമൊക്കെ കഴിഞ്ഞ് ഇനി എന്താണ് അടുത്ത പരിപാടി? എന്താണ് പരിപാടി? അച്ഛൻ്റെ ഒപ്പം കളിയല്ലേ ഇനി? അച്ഛൻ്റെ ഒപ്പം കളിക്കണോ? ആണോ? കളിമൂടാണ്, കളിമൂട്. ഏത് മൂഡ്? കളിമൂട്. എന്താണ് വർത്താനം പറയണ? ഫോണ് കണ്ടാൽ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. കള്ളിയാണ്, കള്ളത്തിയാണ്, കള്ളത്തി കുറുമ്പി. കുഞ്ഞിപ്പെണ്ണിന്റെ തുണികളാണ് രാവിലത്തെ 2 ഉണ്ട്, അത് കഴുകണം. എന്താ പരിപാടി? അച്ഛമ്മയും മകളും ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഓയിൽ ബാത്താണ്. ഞങ്ങൾ കുളിക്കാൻ പോവാ. അതുപോലെ നിറയെ തലമുടിയാണ്. സ്വത്തിന് നിറയെ തലമുടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തലമുടിയിലൊക്കെ നിറയെ എണ്ണ തേച്ചണം. ഇഷ്ടല്ല, തലയിൽ ഇഷ്ടല്ല. എന്താണ് അച്ഛമ്മ എന്താ ചെയ്തോണ്ടീനെ? ഡിസ്റ്റർബ് പണ്ണത് പിടിക്കാത്. என்ன உருட்டி பெரட்டி ஐயோ சோரி உருட்டி பெரட்டி ചന്ത കാര്യമുണ്ട്. എവിടേക്കാണ് ചോടണേന്ന് കളരിപ്പയറ്റ്. ഞങ്ങളുടെ വ്യായാമമാണ്. ഇതാ ഞങ്ങള് വ്യായാമമാണ്, കളരിപ്പയറ്റാണ്. ഗ്യാസ് പോകാനുള്ള ട്രിക്കാണ് അതൊക്കെ. ഇതാണ് ഗ്യാസ് കളയാൻ വേണ്ടിയുള്ള വ്യായാമം. കുഞ്ഞുകുട്ടിന്റെ വയറ്റില് ഗ്യാസ് ഉണ്ടെങ്കിൽ പോകാനുള്ള വ്യായാമമാണ്. ഇല്ല മുത്തേ, കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വെച്ചിട്ടേ, കുഞ്ഞ് കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അങ്ങനെ ഒയ്യട്ടെ. ഇതാക്ക് ക്യാമറ നോക്കുന്നു. ഇതാ അച്ഛമ്മയുടെ സ്വത്താണ്. ആണാ പരിപാടി? വാട്ടർ ബാത്താണോ? ഞങ്ങള് കുളിക്കാൻ പോവാ. ഞങ്ങൾക്ക് കുളിക്കാൻ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണോ? എന്താ നോക്കണ? ഇങ്ങോട്ട് നോക്കിനീ. ശരി, അമ്മമ്മ കുളിക്കണ പരിപാടി ആരംഭിച്ചോട്ടെ. മുഖത്ത് തൊടുന്നതൊന്നും ഇഷ്ടല്ല. മുഖത്ത് കഴുകണതൊന്നും മുഖത്ത് തൊടുന്നതേ ഇഷ്ടല്ല ഞങ്ങക്ക്.
ഇതൊന്നും ഞങ്ങള് പിന്നെ യൂട്യൂബറാണെന്ന് തെളിയിക്കും. ക്യാമറ എവിടെ കണ്ടാലും നോട്ടം മുഴുവൻ ക്യാമറയിലിരിക്കും. ഞങ്ങള് സ്വന്തങ്ങൾക്ക് സ്വന്തങ്ങളാണ്. സ്വന്തങ്ങളെ ഇങ്ങനെ കിടന്ന കൈ ഇങ്ങനെ തപ്പും. തോർത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, മുഖം തുടയ്ക്കുന്നത് ഇഷ്ടമല്ല. മുഖം തുടയ്ക്കാൻ പാടില്ല, തല തുടയ്ക്കാൻ പാടില്ല, അതൊന്നും ചെയ്യണം. കരയൊന്നുമില്ല ഞങ്ങള് മിടുക്കത്തിയാണ്. പക്ഷെ തുടയ്ക്കണതൊന്നും ഇഷ്ടമല്ല. ഉഷാറായി ഞങ്ങള്. ഇനി ആദ്യം ആരംഭിച്ചിട്ടേ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മേക്കപ്പ് ടൈമാണ്. ഞങ്ങൾ ഫേസ് ക്രീമാണ്. മുഖത്ത് തൊടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യാണ്. ചന്തം കുട്ടിയാവണ്ടേ, ചന്തം കുട്ടി. എന്താണ് കുഞ്ഞിന്റെ വാളയില് ചന്താണ്? ഓ എന്റെ പൊന്നുമുത്ത് റെഡിയായി. ഓ ചന്തക്കാരി ആയല്ലോ. ഞങ്ങള് 3-ാം മാസത്തിലെ ഫോട്ടോഷൂട്ടാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് സൺഡേ. ഞാനാണ് ഇന്നൊന്ന് ഫ്രീ ആയിരിക്കണം. അപ്പൊ ഞങ്ങളുടെ ചെറിയ ചെറിയ കലാപരിപാടികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ 90-ാം മാസം എന്റെ കുട്ടിക്ക് 90-ാം ദിവസം 3 months ഉണ്ണിനെ കൊണ്ടുവന്നത്. ഇപ്പൊ 3-ാം മാസത്തില് ഫോട്ടോഷൂട്ടാണ്. 2-ാം മാസത്തിൽ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. 1-ാം മാസത്തെ ഫോട്ടോഷൂട്ട്. പാവം ഞങ്ങൾ ആരും ഇല്ലാണ്ട് സ്നേഹ അച്ഛനും അമ്മയും തമ്മില് കളായിക്கிறாங்க என்ன ഒരവസരം കിട്ടിയാ വിടില്ല. ഞാനും വിടമാട്ടെ. എന്റെ നോക്ക് കുഞ്ഞിപ്പെണ്ണ് വല്ലതും അറിയണ്ട. ഫോണ് കണ്ടാ ഞങ്ങൾ എല്ലാരും യൂട്യൂബേഴ്സ് കണ്ടോണ്ട് ഫോണിനോട് ഭയങ്കര ക്രേസ് ആണ് അല്ലേ? ഫോണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പക്ഷെ കുട്ടിനെ എങ്ങനെ വെച്ച് ശീലിപ്പിക്കാൻ പാടില്ല. அப்போட நினைப்பு அப்பாவோட புள்ளன்னு அப்பாவை திரும்பி கூட பார்க்க மாட்டாங்க. நீங்க பார்த்துட்டே தானே இருக்கீங்க. இது பாருங்க. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇന്ന് കുറച്ച് நினைப்பாங்க மாமியார் வீட்டுல வந்து வேலைக்கு விட்டுருக்காங்க பொண்ணு வேலை இவங்க அம்மா വേലേ ഇല്ല. ഇപ്പൊ 10 മണിക്ക് എഴുതിയിട്ട് ഇപ്പൊ ഉറങ്ങി അടിച്ചോ. നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് ഇന്ന് സൺഡേ കാണുന്ന ഡേ ഇൻ മൈ ലൈഫിലെ ഫസ്റ്റ് പ്രോഗ്രാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ 3 months ഫോട്ടോഷൂട്ട് ആണ്. ഇനി അടുത്ത ഡിസൈനേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, മറ്റേ ഡയറക്ടേഴ്സ് ആണ് ഈ പ്രോഗ്രാമിന്റെ. അവർ എത്രത്തോളം സക്സസ് ആയി കീപ്പ് ചെയ്യുന്ന അറിയില്ല. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. യെസ് ഗൈസ്, അപ്പൊ ഇനി ഫോട്ടോഷൂട്ടിന്റെ പരിപാടിയാണ്. നാച്ചുറൽ ഫോട്ടോഷൂട്ട്. ഓക്കെ, റെഡി ആക്കി. ഫോട്ടോഷൂട്ടിനുള്ള പരിപാടികൾ ധാന്യങ്ങൾ. ഇത് ഇപ്രാവശ്യം പൾസസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഡയറക്ടർ സ്നേഹ അപ്പൊ അമ്മ പറഞ്ഞു ധാന്യങ്ങൾ വെച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് അമ്മ എന്റെ മാസ്റ്റർ ബ്രെയിൻ ഇവിടെയാണോ? இவங்க யூஸ் பண்றது இல்ல, யூஸ் பண்றது யாருன்னா எங்களுக்கு அவ்வளவு டேலண்ட் கிடையாது மாஜு. ஆனா இவங்களுக்கு பண்ண தெரியாது. ടാലന്റ് ഇല്ലേ ഇവർക്ക്? എന്താ പറയാ, മേലിറങ്ങാൻ കഴിയില്ല. இது அசிங்கப்படுத்துறதுக்கா இந்த vlog இல்ல சொந்தங்களே? நமக்கு vlog வேண்டாம், கட் பண்ணலாம். எனக்கு எவ்வளவு சொந்தங்க தெரியுமா? இங்க இருந்து கோயம்புத்தூர் போனா ஏர்போர்ட்ல இருந்து அங்க சென்னைக்கு போனா அங்க இருந்து அவ்வளவு சொந்தங்க இருக்காங்க. முதல்ல ഡയലോഗ് പേസ ആരംഭിച്ചാ ചെന്നൈ വരയ്ക്കും പേസിക്കാൻ വന്നതാണ് അമ്മ ഡയലോഗ് വിടുന്നത്. ശരി, നമുക്ക് അപ്പൊ വീഡിയോ ചെയ്യാം. പരിപാടി തുടങ്ങാം. ഇല്ലെങ്കിൽ ഇത് ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് നമുക്ക് 2 മണിക്കൂറാവും. അത് വേണ്ട, ഒരു സിനിമ പോലെ വ്ളോഗ് എടുക്കേണ്ടി വരും. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പരിപാടി എന്താ പ്ലാൻ ചെയ്യാം. കമോൺ. കുഞ്ഞിപ്പെണ്ണെ ഉറങ്ങാൻ പാടില്ല, ഫോട്ടോഷൂട്ടാണ്. എന്താ പരിപാടി? അങ്ങനെ തന്നെയാണ്. പിന്നീട് പിന്നെ വലുതായിട്ട് കാണുമ്പോ അതൊക്കെ ഓർക്കുവോ? കാണുമ്പോ ആഹാ എന്നെ ഇങ്ങനൊക്കെയാണല്ലേ എല്ലാരും നോക്കിയത്. ഞാൻ
പനീരൊക്കെ ഉണ്ടായിരുന്ന അറിയോ? ഇപ്പൊ ഒക്കെ കഴിഞ്ഞിരിക്കും. എല്ലാം കൊച്ചുമകൾക്ക് വേണ്ടിട്ട് അമ്മ വളർത്തുകയാണ്. പനീരൊക്കെ നിറയെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊഴിഞ്ഞു. അതാണ്ടാ പനീർ ഒക്കെ പോയി. ഇതാ ഇതിലൊക്കെ എത്ര വെള്ള, പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. നീ ഒരു സംഭവം കേട്ടാ, നീ അമ്മയും സംഭവം വേറെ ഡിസൈൻ ചെയ്യാൻ ഫെഡറൽ ബാങ്കിന്റെ ATM കാർഡ്. കമന്റില് അതെന്റെ ബുദ്ധിയാണ്, കാരണം സ്കെയിലില്ല, അതിന് വരെ ഉപയോഗിച്ചത് എന്റെ ബുദ്ധിയാണ്. അങ്ങനെ വിവരമില്ലാത്ത ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്റെ മകന്റെ കയ്യിലുണ്ടാകും. വിവരമില്ലാത്ത ബുദ്ധിക്ക് ഇവരുടെ അടുത്ത് ഞാനൊരു വ്ളോഗ് എടുക്കണം പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു സൺഡേ എടുത്താൽ മതി പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഞാൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്തിനാണ് ഇവര് വ്ളോഗ് എടുക്കുന്നുള്ളത് മനസ്സിലായി. എന്നെ ഊക്കാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കണം ഒരു വ്ളോഗ്. കണ്ടാ തായാ, നീ തായാ സിർഫ് മാത്രം നോക്ക്. കുഞ്ഞ എന്റെ ഭാര്യ ഒന്നും അങ്ങനെ പറയില്ല, എന്റെ അച്ഛൻ എനിക്ക് സപ്പോർട്ടായിരിക്കും. ഡിസൈന് ഞങ്ങൾ ഓണാഘോഷത്തിന് പൂക്കളിടാത്തോണ്ട് ഇപ്പൊ എല്ലാം ഡിസൈനൊക്കെ ഇത് അമ്മ പൂക്കളെടുത്ത് വെക്കും. ഞങ്ങളൊരു കുഞ്ചാപ്പിക്ക് വേണ്ടിയിട്ടാണ്. സൂപ്പർ സൂപ്പർ. ഇവിടെ കുഞ്ചാപ്പിനെ ഏകദേശം നമ്മുടെ ഡിസൈൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ കൂടുതലും വർക്ക് ചെയ്തത് ഞാനാണ്. എന്റെ മുതിരയൊക്കെ കഴിഞ്ഞു. മുതിരപ്പൊടി വെക്കാന്ന് വെച്ച മുതിരയൊക്കെ കഴിഞ്ഞു. ആരോഗ്യം ആരോഗ്യം. ഓ എന്ത് എക്സ്ട്രോർഡിനറി ഡിസൈനിങ് ആണ് കേട്ടാ. അതല്ലേ ഒരു ഭംഗി. സെറ്റായി ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പരിപാടി സെറ്റായി. എന്റെ കുഞ്ഞിപ്പെണ്ണിനെ ഇവിടെ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. പൊളിക്കും. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. വിചാരിച്ച പോലെ എല്ലാം അടിപൊളിയായിരുന്നു. സൺഡേ ആയതുകൊണ്ട് മധ്യാഹ്നം സ്പെഷ്യൽ ഒന്നുമേ പണ്ണല. அதுக்கு இவ்வளவு நாங்க கஷ்டப்பட்டு நைட் இவன் தலையில செலவு வெச்சிட்டோம். അഗ്രി ഞാൻ ചെയ്തു. സ്വന്തങ്ങളെ ഇനി ഞങ്ങളുടെ വീഡിയോസ് ഇനി ഞങ്ങളിത് കുഞ്ഞിപ്പെണ്ണും വന്നോ. ഇനി ഞങ്ങളെല്ലാവരും ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്, സൗണ്ട് എനിക്ക് പോരാത്ത. അപ്പൊ ഇനിമേൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം വരിയായിട്ട് വരുന്നതല്ലേ. കുഞ്ഞിപ്പെണ്ണിന്റെ വിശേഷങ്ങള് എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോ ഞങ്ങളൊരു ചെന്നൈ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇഷ്ടമായെങ്കിൽ മറക്കാതെ പൊളി ഫാമിലി ചാനലിക്ക് ലൈക്ക് பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. അൺസബ്സ്ക്രൈബ് மட்டும் பண்ணாதீங்க. ഓക്കെ ഗൈസ്, ലവ് യു ഗൈസ്, ബൈ. അതൊന്നും കുളിക്കാറില്ലാത്തോണ്ട് കുഴപ്പമില്ല ഗൈസ്. നിങ്ങള് കുഞ്ചാപ്പിനെയും കൊണ്ട് ഇനി ഇങ്ങനെ കറങ്ങാൻ പോവല്ലോ. നിങ്ങളെ സ്വത്തേ എവിടെ നോക്കട്ടെ, അച്ഛൻ നോക്കട്ടെ. ഓ ചന്തുന്റെ നോക്കട്ടെ. ഓ ചന്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് അമ്പടി മെടുക്കി പോവാ. ടാറ്റ പോവാ. ബാ പോവാ. അറിയോ ഞങ്ങളെ എവിടേക്കാണ്? ഈ ഒരു സൺഡേയാണ് അച്ഛനെ പിടുത്തം കിട്ടുള്ളൂ. അടുത്ത സൺഡേന് ഇനി പിടുത്തം കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കറങ്ങാൻ പോകുക. ഞങ്ങൾക്ക് ഇനി ഇതാ പണി. കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുള്ള ആദ്യത്തെ സൺഡേ ആണ്. സ്വന്തങ്ങളെ ഇത് പാരുങ്ക. ഒരമ്മയാണ് അത്ര എല്ലാം. ഒറ്റയ്ക്ക് നല്ല പോളിംഗ് ആണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഒരേ പോളിങ്. ഞാൻ മാത്രം തെച്ചുപിടിക്കും. എനിക്ക് എന്റെ കുട്ടിക്ക് മാത്രം ഒന്നും മാത്രം. ഞങ്ങളൊക്കെ ഓർഗാനിക്കിന്റെ ആൾക്കാരാണ്. ഓർഗാനിക്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്നാലും എനിക്ക് എന്റെ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിക്കണം. എനിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ മൈൻഡാണ്. അമ്മ എന്റെ ഇത്രയും ഐസ്ക്രീം നേരത്തെ അവൻ തിന്നിട്ട് എനിക്ക് തന്നതാ. അമ്മ കഴിച്ചോ എന്റെ കൈ
കുഞ്ഞിപ്പിന്നെ നമ്മളിവിടെ വന്നു ഒന്നുമില്ല. ഷെയ്ക്കും കഴിച്ചു, പിസയും കഴിച്ചു, ഷാണവിച്ചും കഴിച്ചു, എല്ലാം കഴിച്ചു. ഉണ്ണി കഴിച്ചില്ല? തന്നില്ലേ? അച്ഛമ്മ ഒന്നും തന്നില്ല? അച്ഛമ്മ എല്ലാം കഴിച്ചോ? മാമച്ചോടൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഒരു പൊത്തൊക്കെ നാവിൽ തേച്ച് വെക്കും. 6 മാസം കഴിയട്ടെ. കഴിയാൻ നോക്കിയിരിക്കാണ് അമ്മ. അമ്മ കഴിയാൻ നോക്കിയിരിക്കാണ്. എന്താ മഞ്ച? ചിക്കൻ കൊണ്ട് ഞാൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വയർ കാര്യം ആലപ്പുഴ പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഒരേ സങ്കടമാണ്. കാരണം അവിടെ ഒന്നും അധികം വലിയ ഹോട്ടൽസ് ഒന്നും ഇല്ല. ഹോട്ടൽസ് ഉണ്ട് ചങ്ങനാശ്ശേരിയിലൊക്കെ. പിന്നെ പോയി വാങ്ങിക്കാനും ഡെലിവറി അങ്ങനെയുള്ളൊന്നും ഇല്ല അവിടെ. അതെ അതെ അതെ. അതിന് വയർ കാലിയാക്കിട്ട് വന്നിരിക്കുകയാണ് ഞാന്. നിന്റെ ഈ പ്രോട്ടീൻ എല്ലാം എന്റെ കുട്ടിക്ക് പോകണം. ഒരു സൈഡ് നീ കഴിക്കുന്നത് 2 പേരുടെ ഭക്ഷണമായിരിക്കണം. മനസ്സിലായോ? ലോഡിങ് സ്വന്തങ്ങളേതാ ഈ ചിക്കൻ കാണുന്നതൊക്കെ പൊരിച്ചെടുത്ത് ഇതൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കണ്ട പറഞ്ഞാണ് അമ്മ. പിന്നെ എത്ര നാളും കൂടി ഞാൻ കഴിക്കണ അറിയോ? പ്രഗ്നന്റ് ആയപ്പോ മുതൽ അങ്ങനെ കഴിക്കുന്നില്ല. അത് ഇപ്പൊ കുട്ടിക്ക് വയറുവേദന കരച്ചില് കൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കണില്ല. ഇനിയിപ്പോ ഇവിടെ കുഴപ്പമില്ല, എപ്പോഴെങ്കിലും അല്ലേ, കുഴപ്പമൊന്നുമില്ല, എപ്പോഴും കഴിക്കാം എല്ലാരും. സമ്മതിക്കില്ല, അത് വേറെ കാര്യം. നെക്സ്റ്റ് ഫുഡ് സെക്ഷൻ. ഇനി അടുത്തത് ഹെൽത്തിന് വേണ്ടി എല്ലാ ഹെൽത്ത് പ്രോട്ടീൻ ആൻഡ് മിനറൽസ് ഒക്കെ. മഞ്ചൻ ഫുൾ കെയറിംഗ് ആണ്. രണ്ട് ആരോഗ്യം നോക്കണ്ടേ? അതൊക്കെ ഒരു അച്ഛനാവണം. ഒരു അച്ഛനായാലും നിനക്ക് അച്ഛൻ നിന്റെ അച്ഛനാണോ പറയുന്നത്? ഓക്കെ ഓക്കെ. മഞ്ചത് നോക്ക്, ഇത് നോക്ക്. നന്നല്ല. ഇപ്പോഴും ഇങ്ങനെ തന്നെ, ഏതെടുത്താലും ഇഷ്ടപ്പെട്ടില്ല. അവന്റെ കൈ തന്നെ എടുക്കണം. തങ്കമേ തങ്കമേ തങ്കമേ